ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യത. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ SIT നീക്കം തുടങ്ങി. സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും തത്സമയം ചേരും. ആദ്യം ഷിജോ കുര്യനിലേക്ക്. ഷിജോ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ എവിടെ വരെയായി? ഇപ്പോഴും അദ്ദേഹം നിരപരാധിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് SIT നടത്തിയത് എന്ന് അവരും അവകാശപ്പെടുന്നു. ഇവർക്കിടയിൽ എവിടെയാണ് സത്യം കിടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒരു കാര്യം പോലും നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും, കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ശബരിമലയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അതിനകത്ത് തന്ത്രി കൂടി അറിയണം. അപ്പോൾ ഇത്തരത്തിലൊരു ശബരിമലയിൽ വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കൊള്ള നടന്നിട്ട് താനൊന്നും അറിഞ്ഞിട്ടില്ല, തനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് തന്ത്രി അങ്ങ് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാനായിട്ട് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ഈ പറയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് കടന്നത്. SITക്ക് ഹൈക്കോടതി 6 ആഴ്ച സമയം നീട്ടിക്കൊടുത്തിട്ട് അധിക ദിവസമായില്ല. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അതിനിർണായകമായിട്ടുള്ള തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഇപ്പോൾ SIT കടന്നിട്ടുള്ളത്. എന്തായാലും 14 ദിവസത്തെ റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വേണം SITക്ക് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ശേഖരിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്കുള്ള ബന്ധമാണ്. കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് എങ്ങനെ സ്പോൺസറായി മാറിയതിനു ശേഷം ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഇത്തരത്തിൽ വലിയ സ്വാധീനമുണ്ടായി, അതിന് തന്ത്രിയുടെ പങ്കെന്താണ്? അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇവർ തമ്മിൽ ഇത്രയും അടുത്ത ബന്ധമുണ്ടാകാനുള്ള സാഹചര്യം എന്താണ്, ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, ഇവർ തമ്മിൽ മറ്റെവിടെയെങ്കിലും യാത്രകൾ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയുണ്ട്, ഗൂഢാലോചനയുണ്ട്, അതുപോലെ വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ SITക്ക് മുമ്പാകെ SIT തന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനായിട്ട് ഈ പറയുന്നത് കൊള്ളയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനൊരു മൗനാനുവാദം നൽകുക. തന്ത്രി ഇതൊന്നും അറിയാതെ കണ്ണും പൂട്ടി നിൽക്കുകയായിരുന്നില്ല ചെയ്തത്, ഇതൊക്കെ കൊള്ളയാണെന്ന് അറിഞ്ഞുകൊണ്ട് മൗനാനുവാദം നൽകുകയും കൂടി ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഈ തന്ത്രിക്ക് ഏത് തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് SIT കടക്കുന്നത്. അപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകി ഈ പറയുന്ന തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. എന്തായാലും അതിനിർണായകമായിട്ടുള്ള വിവരങ്ങളിലേക്ക് SITക്ക് ഇനിയും ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ നിജസ്ഥിതി നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇതുവരെ തന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവതുല്യനായിട്ടുള്ള ആൾ കുടുങ്ങുമെന്ന് പത്മകുമാർ പറഞ്ഞതിന് ശേഷം അത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അത് സ്വാഭാവികമായിട്ടും തന്ത്രിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴും പിന്നീട് പത്മകുമാർ ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. എന്തായാലും ദൈവതുല്യനായിട്ടുള്ള ആൾ തന്നെയാണ് തന്ത്രി എന്ന് പറയുന്നത്. ശബരിമലയിൽ ഈ പറയുന്ന വിശ്വാസികൾ അയ്യപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തിയോടുകൂടി കാണുന്ന ആൾ തന്ത്രി തന്നെയാണ്. ആ തന്ത്രിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് SIT ഇനി കടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.